അടുത്തത് നർമ്മരംഗമാണ്. നമുക്കൊന്ന് ചിരിക്കാമല്ലോ. ഇന്ന് നർമ്മം അവതരിപ്പിക്കാനായി എത്തുന്നത് ശ്രീ സന്തോഷ് ചെറുപറമ്പിൽ. തിരൂർ സ്വദേശിയായ സന്തോഷ് 23 വർഷമായി ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജരായി ജോലി ചെയ്യുന്നു. കുടുംബം നാട്ടിലാണ്. വായനയാണ് ഇഷ്ടവിനോദം. എങ്കിലും നർമ്മമെന്ന് കേട്ടാൽ ചാടി വീഴും. ഒരു നല്ല കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് മുന്നേ അനിത ചേച്ചിയോട് ചോദിച്ചു, അനിത ചേച്ചിക്ക് കൊട്ടേഷൻ ടീമിനെ വല്ലതും പരിചയമുണ്ടോ? അപ്പോൾ അനിത ചേച്ചി പറഞ്ഞു കൊട്ടേഷൻ ടീമിനൊന്നും പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. എപ്പോഴും നമ്മളിവിടെ നിൽക്കുമ്പോൾ വിശ്വേട്ടൻ പറയും മാപ്പ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കരുതെന്ന് എപ്പോഴും പറയും. പക്ഷെ ഞാൻ നിർബന്ധമായിട്ടും വിശ്വേട്ടനോടും അനിത ചേച്ചിയോടൊക്കെ മാപ്പ് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്തിനാണെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. അപ്പോൾ അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ അവതരിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോ ആയിട്ട് ഒരു ബന്ധമില്ല. പ്രത്യേകിച്ച് വിശ്വേട്ടനെ അനുസരിച്ചായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പേര് ഞാനൊന്ന് എടുക്കുന്നുണ്ട്, എൻ്റെ പേരും ഞാൻ എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നും ഇതില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു ദിവസം ഞാനിങ്ങനെ എവിടെയോ പോയിട്ട് വരുമ്പോൾ രാത്രിയിൽ എനിക്ക് വിശ്വേട്ടൻ്റെ ഒരു കോള് വന്നു. അപ്പോൾ പൊതുവെ വിശ്വേട്ടൻ്റെ കോള് വരുമ്പോൾ ഞാനൊന്ന് നോക്കും, കാരണം കുറച്ച് സമയം ആൾ സംസാരിക്കുക, എന്തെങ്കിലും ഒരു വള്ളി കെട്ടുകൊണ്ടായിരിക്കും എന്നെ വിളിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനിങ്ങനെ എടുത്തു, എന്താ വിശ്വേട്ടനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ PGF ഒരു സംവാദം നടക്കുന്നുണ്ട്. അപ്പം ഞാനതിൽ 3 ആൾക്കാരെ സെലക്ട് ചെയ്ത്, 4 ആൾക്കാർ വേണം, 3 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആരൊക്കെയാണ്? അതൊന്ന് നമ്മുടെ വക്കീലാണ്, 2 നമ്മുടെ സജീഷ് തീക്കുനിയാണ്, 3 അനിതാ ശിവരാജനാണ്. അപ്പം 4ാമത്തെ ആൾ ആരാന്ന് വെച്ചു. അപ്പം 4ാമത്തെ ആൾ സന്തോഷാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ 3 ആൾക്കാരുടെ തിരഞ്ഞെടുപ്പുകൾ നന്നായിട്ടുണ്ട്, വളരെ നല്ല സെലക്ഷനാണ്, 4ാമത്തെ ആളുടെ മാത്രം നന്നല്ല എന്ന് പറഞ്ഞു. ഞാൻ നന്നല്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിശ്വട്ടപ്പോൾ പറയും അങ്ങനെയല്ല, സന്തോഷ് പുലിയാണ്, സന്തോഷിൻ്റെ വളരെ നന്നായിട്ട്. പക്ഷെ വിശ്വട്ടൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയാം, പക്ഷേ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീമിന് കണ്ണ് തട്ടും. അപ്പം അതുകൊണ്ട് ഒരാൾ കുറച്ച് മോശമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വട്ടൻ പറയും എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിങ്ങനെ ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു കാര്യം നമുക്ക് ടീമായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ക്യാപ്റ്റനെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാനാണ് അതിൽ കുറച്ച് ഇതുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ വിശ്വട്ടനോട് വേണ്ട, അപ്പം എനിക്ക് പറയാനൊരു പേടിയുണ്ട്, കാരണം ആദ്യം തന്നെ വിശ്വട്ടൻ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് വളരെ ഇതായിട്ട് പറഞ്ഞു നമുക്ക് വക്കീലിനെ ക്യാപ്റ്റനാക്കാം. ഇത് വിശ്വട്ടൻ പറഞ്ഞു ആളാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് എനിക്കാണല്ലോ. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ആരാ വിശ്വട്ടാ വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു നമുക്ക് അനിതാ ശിവരാജനെ ആക്കാം. ഞാൻ പറഞ്ഞു അനിതാ ശിവരാജനെ ക്യാപ്റ്റൻ, ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ സന്തോഷ്, അതൊക്കെ പോയി. അപ്പോൾ അനിതാ ശിവരാജനെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശം ഉണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഞാനത് പറയാം, അതൊരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തെങ്കിലും ഉദ്ദേശം വിഷയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സൈക്കോളജിക്കൽ മൂവ് എന്താണ് എന്ന് പറയാമെന്ന് ചോദിച്ചു. അത് പറയാം, നമുക്ക് ആദ്യത്തെ കുറച്ച് നമ്മുടെ ക്ലാസ് ഒന്ന് കഴിയട്ടെ, ഒരു 3-4 പരിശീലന ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഒരു 3-4 പരിശീലന ക്ലാസ് കഴിഞ്ഞപ്പോൾ വിശ്വട്ടന് ഞങ്ങളുടെ റേഞ്ച് മനസ്സിലായി. അപ്പോൾ വിശ്വട്ടൻ പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു ഇതും വെച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കില്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതാണ് ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കൽ മൂവ്. അപ്പോൾ അനിത ചേച്ചീനെ വിശ്വട്ടൻ ക്യാപ്റ്റനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിശ്വന്റെ സൈക്കോളജിക്കൽ മൂവ്? അത് മണിച്ചിത്രത്താഴ്, ഞാൻ മണിച്ചിത്രത്താഴ് അത് വ്യക്തമാക്കി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു ഈ സംവാദത്തിൽ നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ആരും പോവാത്ത ഒരു വഴി കൂടെ ഞാൻ പോവും എന്ന് പറഞ്ഞപ്പോൾ സജീഷ് ഭായ് പറഞ്ഞു വിശ്വട്ടൻ തോള് കുറച്ചുകൂടി ചിരിക്കണം. അപ്പോൾ വിശ്വട്ടൻ പറഞ്ഞത് ഞാൻ കൗൺസിലർ ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ആ ഒരു വഴിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അനിതേച്ചിയോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ സംവാദത്തിൽ ജയിക്കാൻ, നിങ്ങളെ ജയിപ്പിക്കാൻ ഒരൊറ്റ ആൾക്കേ പറ്റുള്ളൂ, അത് അനിത ചേച്ചിയാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അനിത ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു മുന്നിലിരിക്കണം നമ്മളെ എതിർ ക്യാപ്റ്റൻ,
അവസാനത്തെ റൗണ്ട് നിങ്ങളായിരിക്കും എപ്പോഴും വരിക. അപ്പോൾ ആ എതിർ ക്യാപ്റ്റനെ നിങ്ങളുടെ ഭർത്താവാണ് എന്ന് സങ്കല്പിക്കണം. അപ്പോൾ അതെങ്ങനെ, അപ്പോൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ അയാളെ അടിച്ച് ഒതുക്കി ഇരുത്തുന്നത്, അതേപോലെ അയാളെ അടിച്ചൊതുക്കി ഇരുത്തണം. അപ്പോൾ അനുദേവിച്ച് ചോദിച്ചു, ദേഹോപദ്രവം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ലില്ല, ചില പ്രത്യേകതരം ആക്ഷൻ വേണമെങ്കിൽ കാണിക്കാം, ദേഹോപദ്രവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സജീഷ് ഭായി ആളെടുത്ത വഴിക്ക് പറഞ്ഞു, ഇപ്പം ടെക്നിക്ക് പിടികിട്ടി, ഞങ്ങൾ മൂന്നാളും എതിരുള്ള ആ മൂന്നാൾക്കാർ ഭാര്യമാരാണ് നമ്മുടെ എതിരിരിക്കുന്നതെന്ന് വിചാരിക്കണം. അപ്പോൾ വിഷയം പറഞ്ഞു, പൊട്ടത്തരം പറയരുത്, ഈ ലോകത്ത് ഏത് ഭാര്യേനെയാണ് ഒരു ഭർത്താവിന് പറഞ്ഞു ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അവരെ കൊഞ്ഞനം കുത്തി തോൽപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ കൊഞ്ഞനം കുത്തിയാൽ അങ്ങനെയൊക്കെ ഉണ്ട് സംവാദത്തിൽ, അങ്ങനെ കൈയായിട്ട് കാണിക്കാം, കൊഞ്ഞനം കുത്താം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വിഷയം. അങ്ങനെ ഞങ്ങൾ കൊഞ്ഞനം കുത്തലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ PGF ചെന്നു. ഞങ്ങൾ നാലാളും, അപ്പോൾ വിശ്വന് മനസ്സിലായി ഇത് വലിയ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, അപ്പോൾ നിങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ട് പോയി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുദേശിയാണ് അതിൻ്റെ ആൾ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് കൊഞ്ഞനം കുത്തൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ട് വിശ്വേട്ടൻ വരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില അവിടെ ചെന്നിട്ട് ഞങ്ങൾ വിശ്വേട്ടൻ നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ ഉള്ള ഇതില്ല. അവിടെ ചെന്നപ്പോൾ ഈ ചില ഭാര്യമാരായിട്ട് ആൾക്കാർ പോകുമ്പോൾ കാമുകിമാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാവം ഉണ്ടല്ലോ, മൈൻഡ് ചെയ്യില്ലല്ലോ. അതേപോലെ വിശ്വേട്ടൻ ഞങ്ങളെ ഒരു തരത്തിലുള്ള ഇതുമില്ല. അപ്പോൾ അനുദേശിച്ചത് പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മീറ്റിംഗ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ഒരാൾ തോണ്ടുന്നു. ഞാനതിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കരുതി നമ്മുടെ സജീഷ് ഭായിയാണ്. അപ്പോൾ എന്തോ കാര്യമായിട്ട് പറയാൻ, അപ്പം ഞാൻ പോയിന്റ് പറഞ്ഞു തരാനോ വെച്ച് ഞാൻ തലഹരിച്ചപ്പോൾ സജീഷ് ഭായി ചോദിച്ചു, ഭക്ഷണം ഉണ്ടോ? ഞാൻ പറഞ്ഞ ഭക്ഷണം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് കേട്ടോടെ നമ്മുടെ വക്കീൽ ചാടി വീണു. അപ്പോൾ അദ്ദേഹം എന്തായാലും പറയാ, എനിക്ക് തോന്നുന്നു ചിക്കൻ കറി ഉണ്ട്, വെള്ളപ്പം ഞാൻ കണ്ടിരിക്കണോ. അപ്പോൾ പറഞ്ഞു ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് പെട്ടെന്ന് പോകണം, ആൾക്കാർ കൂടുതലുള്ളത് തീർന്നു പോകും. അപ്പോൾ ഇങ്ങനെ പൊതുവിലയിരുത്തലായിട്ട് ഇങ്ങനെ കണ്ണും കുറിപ്പിച്ചിരിക്കുകയാണ് വിശ്വേട്ടൻ. അപ്പോൾ വിശ്വേട്ടൻ നോക്കുമ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഭയങ്കരമായിട്ടുള്ള കൂലങ്കുഷമായിട്ട് ചർച്ചയാണ്. അപ്പോൾ വിശ്വേട്ടൻ ഭയങ്കര മനസ്സിൽ ചോദിച്ചു, കണ്ടാ പുതിയ പുതിയ പോയിന്റുകൾ പറഞ്ഞ് പഠിക്കുകയാണ്, ഇങ്ങനെ വേണം അംഗങ്ങളായാലും. അപ്പോൾ ഈ സമയത്ത് അനുദേശി പാവം ശിവരാജേട്ടനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങനെ ആവാഹിച്ചും കൊണ്ട് ഇരിക്കുന്നൊരു സമയമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മൂന്നാമത്തെ ആളാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ആള് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എതിരുള്ള എതിർ ടീമിൻ്റെ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ മറ്റു രണ്ടാൾക്കാർ ഇരുന്നിട്ട് അയാളെ നോക്കി കൊഞ്ഞനം കുത്തി. ഈ കൊഞ്ഞനം കുത്തൽ സഹിക്കാൻ വയ്യാണ്ട് അയാൾ ചിരിച്ച് അയാൾ ഏകദേശം പകുതി വഴിക്ക് നിർത്തി. അങ്ങനെ ഏകദേശം അവസാന റൗണ്ടായപ്പോൾ അനുദേശിച്ച റൗണ്ടാണ്. അനുദേശി നീറ്റു ഒരു ശിവതാണ്ഡവം അവിടെ ഇങ്ങ് നടത്തി. എന്നിട്ട് ആദ്യം അയാളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നാണുണ്ടോ മനുഷ്യ, ഉളുപ്പുണ്ടോ? അയാള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, തനിക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാനായി. ഞാൻ അനുചേച്ചി എല്ലാം വിട്ടു, താൻ വീട്ടിലേക്ക് വാ. എന്നിട്ട് തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആ ചപ്പാത്തി കോലും കണ്ടെടുക്കടാ, ഇന്ന് ഇയാളെ കണ്ണിയാൻ കുത്തി പൊട്ടിക്കും. എതിർ സ്ഥാനാർത്ഥി ഓടിയ വഴി എനിക്ക് അറിയില്ല. അങ്ങനെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് എല്ലാം കൂടി ഞങ്ങൾ 8 നിലയിൽ പൊട്ടിയിട്ട് അതിൻ്റെ ഒരഹങ്കാരം ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ വിശ്വേട്ടൻ വളരെ കാര്യമായിട്ട് വന്നിട്ട് ഞങ്ങൾ 4 ആൾക്കാരോട് ചോദിച്ചു, അടുത്ത സംവാദത്തിൽ ഇതെന്തായാലും തോറ്റു, അടുത്ത സംവാദത്തിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തണം? സജീഷ് ഭായി പറഞ്ഞു, ഇപ്രാവശ്യം ചിക്കൻ കറിയും പൊറോട്ടയും അത് മാറ്റി നമുക്ക് ബിരിയാണി ആക്കണം. ഇപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞു, അതല്ല ഞാൻ പറയണത്, നമുക്ക് കാതലായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ സംവാദം തോറ്റു? വളരെ ലളിതമായിട്ട് അതിൻ്റെ ഉത്തരം പറയണം, എന്തുകൊണ്ട് തോറ്റു? അപ്പോൾ അനുദേശി കൈ വന്നിച്ചു. അപ്പോൾ പറയും, അനിത ചേച്ചി പറയും, കറക്റ്റായിട്ടുള്ള കാര്യം പറയും അനുദേശി. അപ്പോൾ അനുദേശി, അവർ ജയിച്ചു, അതുകൊണ്ട് നമ്മൾ തോറ്റു. വിശ്വേട്ടൻ പല്ല് ഉരുമിയിട്ട് ഉണ്ട് പറയുന്നു, എല്ലാം എൻ്റെ ഐഡിയ ആയിപ്പോയി, ഇല്ലെങ്കിൽ ഒക്കെ നീ ശരിയാക്കി തന്നീ എന്ന് പറഞ്ഞിട്ട് വിശ്വേട്ടൻ നേരെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെ അതിന് ശേഷം ഇന്നാണ് ഞാൻ വിശ്വേട്ടനെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.